ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുഞ്ഞൻ മത്തി എങ്ങനെ ഈസി ആയിട്ട് വെട്ടാമെന്ന് നോക്കാവേ. അതിനായിട്ട് ഞാൻ ചട്ടിക്കകത്ത് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2.5 കിലോയ്ക്ക് അടുത്തുണ്ട് മീൻ. അപ്പോൾ ഇത് ആദ്യമായിട്ട് അതിൻ്റെ മുകളിൽ ചിറകും കളഞ്ഞ് താഴത്തെ ആ ഒരു കുഞ്ഞു ചിറക് പോലത്തെ ഇല്ലേ അതും കൂടെ കളഞ്ഞിട്ട് താഴേന്ന് മുകളിലായിട്ട് ചെതുമ്പൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ കത്രികയും കൊണ്ട് കളയും. എനിക്ക് കത്രികയും കൊണ്ട് വെട്ടുന്നതാണ് കേട്ടോ എളുപ്പം. എനിക്ക് പൊതുവേ മീൻ വെട്ടാൻ ഇപ്പം നല്ല സ്പീഡാണ്. രാവിലെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി എനിക്ക് ഇത്ര സ്പീഡായത്. കാരണം എന്നും ഇവിടെ മീനുണ്ട്. മീനില്ലാത്ത ദിവസങ്ങൾ മാസത്തിൽ 1-2 കാണത്തുള്ളൂ. ചില മാസങ്ങളിൽ ഒരു ദിവസം പോലും കാണത്തില്ല കേട്ടോ. എല്ലാ ദിവസവും മീനുണ്ട്. അതുകൊണ്ട് മീൻ വെട്ടാണ്ട് എനിക്കിപ്പോൾ നല്ല സ്പീഡാണ്. അന്നേരം നമ്മൾ അതിൻ്റെ ചിറക് സൈഡ് ഭാഗം എല്ലാം കളഞ്ഞ് അകത്തുനിന്ന് കുറച്ച് വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടിച്ച് കളയുമ്പോഴത്തേക്കും അകത്തെ അഴുക്കെല്ലാം മൊത്തം പോരുവേ. ആ കറുത്തിരിക്കുന്ന സാധനമാണ് മീനിൻ്റെ അകത്തെ ഉളുമ്പ്. അത് തുള്ളി പോലും കാണരുത് കേട്ടോ മീനകത്ത്. എന്നാൽ അത് ഇരിക്കുവാണെങ്കിൽ നന്നായിട്ട് ഉളുമ്പ് ചുവയ്ക്കും. അങ്ങനെ ഓരോരോ മീനുകളും വെട്ടിക്കൊണ്ടിരിക്കുവാണ്. മത്തിയൊക്കെ വെട്ടാനായിട്ട് പെട്ടെന്ന് വെട്ടിയെടുക്കും. പക്ഷേങ്കിൽ ഇന്നിപ്പം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കസേരയുടെ മുകളിലാണ് കേട്ടോ ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പം താഴെ പോകുമെന്നൊക്കെയുള്ള പേടിയായിരുന്നു. പിന്നെ വീഡിയോ പോസ് ചെയ്യാനും ഇടയ്ക്ക് പിന്നെ വീണ്ടും പിന്നെ ഓപ്പൺ ചെയ്ത് വെക്കാനും എല്ലാം കൂടെ ആയിട്ട് കൈ കഴുകാനൊക്കെ പോക്കുമൊക്കെ കാരണം ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി മീൻ വെട്ടാനായിട്ട്. അല്ലെ പെട്ടെന്ന് തന്നെ വെട്ടിക്കൊണ്ട് വരുന്നതാണ്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഓരോ മീനുകളും ഇങ്ങനെ വെട്ടി എടുക്കുവാണ്. എല്ലാവർക്കും മീനൊക്കെ വെട്ടാൻ അറിയാമായിരിക്കും. എന്നാൽ ഇത്രയും സ്പീഡുണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് പഠിച്ചു വരുന്ന പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ഈസി ആയിട്ട് വെട്ടിയെടുക്കാം. മത്തിയൊക്കെ കത്രികയും കൊണ്ടാകുമ്പോഴത്തേക്കും നല്ല എളുപ്പമാണ്. ചില മീനിന് വെട്ടുമ്പോൾ മാത്രമേ എനിക്ക് പിച്ചാത്തിയും കൂടെ ആവശ്യം വരും. ഇതിപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കത്രികയും കൊണ്ട് തന്നെ വെട്ടിയെടുക്കാവേ. നല്ല സ്പീഡിലാണ് കേട്ടോ വെട്ടുന്നത്. പക്ഷേ നിങ്ങളെയും കൂടെ ശരിക്കും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാരെല്ലാം ഞാൻ മീൻ വെട്ടുന്നിടത്ത് വന്ന് നോക്കിയിരിപ്പുണ്ട്. മാളും കുഞ്ഞും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇവരെ പിടിക്കാൻ വേണ്ടി വേറൊരു കണ്ടംപൂച്ചയും കൂടെ വരുന്നുണ്ട്, വലിയ കണ്ടംപൂച്ച. അതൊക്കെ കാണാം ഇപ്പോഴേ. അങ്ങനെ ഓരോ മീനും വെട്ടി വൃത്തിയാക്കി ചട്ടിക്കകത്തോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഗായ്സ്, നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുവാണ്, ഇപ്പോൾ 1 മാസം കഴിഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ 15K കഴിഞ്ഞു കേട്ടോ. പിന്നെ മൊത്തം വ്യൂവും 87.7K ഒക്കെ കഴിഞ്ഞു മൊത്തം വ്യൂസ്. സബ്സ്ക്രൈബേഴ്സ് 390 ആയിട്ടുണ്ട്. പക്ഷേ വാച്ച് അവർ മാത്രം അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊക്കെ കാണണേ. ഫുള്ളായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് വാച്ച് അവർ കയറത്തുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഷോർട്സിൽ നിന്നെല്ലാം ഷോർട്ട് വീഡിയോയ്ക്കകത്തു നിന്നൊക്കെ കയറുന്നുണ്ട്. പക്ഷേ വാച്ച് അവറും വെറും 120 മാത്രമേ ആയിട്ടുള്ളൂ. അത് 4000 വാച്ച് അവർ ആവണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമൊക്കെ കാണണം, വലിയ വീഡിയോകളൊക്കെ. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അങ്ങനെ ദേ മീനെല്ലാം വെട്ടി വരുന്നുണ്ട്. നല്ല എളുപ്പമായതുകൊണ്ട് പിന്നെ മടിയൊന്നുമില്ല കേട്ടോ മീൻ വെട്ടാനായിട്ട്. പെട്ടെന്ന് വെട്ടിയെടുക്കും. പിന്നെ ഫോൺ താഴെ പോകുമെന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് എടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് താഴെ പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നേ. ചിലർ വേണ്ട ആ സൈഡ് ഭാഗം അങ്ങനെ വെച്ച് ഇങ്ങനെ വെട്ടാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമില്ലേ. മത്തിയുടെ തലയും ഞാൻ എടുക്കത്തില്ലേ. ചിലർ കണ്ണിൻ്റെ ആ ഭാഗമൊക്കെ മത്തിയുടെ എടുക്കും. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ അങ്ങനെ മത്തിയുടെ തല എടുക്കാറുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 12:10 ആയപ്പോഴത്തേക്കും ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലോക്കിൻ്റെ എടുത്തേക്കുന്നതാണ്. അങ്ങനെ ഓരോ മീനുകളും വെട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പൂച്ചക്കുട്ടന്മാർക്ക് തലയും കൂടെ കൊടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. ഇപ്പോഴത്തെ ഫോൺ കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെച്ചപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ അടുത്ത് കാണാമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആദ്യമേ വെച്ചപ്പോഴത്തേക്ക് ഇത്രയും കുറച്ചങ്ങ് നീക്കിയായിരുന്നു ഫോൺ വെച്ചിരുന്നത്. അതുകൊണ്ട് ശരിക്കും കാണത്തില്ലായിരിക്കും. ഇപ്പം നന്നായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. വാലും എല്ലാം കണ്ടിച്ച് കളയുന്നുണ്ട്. തലയുടെ ഭാഗം വേണമെങ്കിൽ കുറച്ചും കൂടെ കയറ്റി വെട്ടാൻ കേട്ടോ. പക്ഷേ ഞാനിങ്ങനെയാണ് വെട്ടുന്നത്. മറ്റേ മുകളിലത്തെ ആ ഭാഗം ഇരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ലേ. അതുമല്ല, പിന്നെ നമ്മൾ മീൻ വെട്ടുമ്പോഴത്തേക്ക് ചെതുമ്പൽ ആ കൂടെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കളയുവാണെങ്കിൽ പിന്നെ ചട്ടിക്കകത്തിട്ട് ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി. ചിലപ്പോൾ വാലിൻ്റെ അവിടെയെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ചെതുമ്പലൊക്കെ ഇരിക്കത്തില്ല. അതൊന്നും എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലതായിട്ട് ചെതുമ്പലെല്ലാം കളഞ്ഞ് ചട്ടിക്കകത്ത് ഉപ്പിട്ട് വെച്ചേക്കുന്ന ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ലാസ്റ്റ് നമ്മൾ തേക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് തേച്ചെടുത്താൽ മതി. ചെതുമ്പലൊന്നും കാണത്തില്ല, ഒരെണ്ണം പോലും കാണത്തില്ല. പിന്നെ അകത്തെ ആ കറുത്ത അഴുക്കും ഒന്നും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ മീനുകളും വെട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ടൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ അങ്ങ് നീണ്ടു പോകും തോന്നുന്നു.
അപ്പം നമ്മൾ മീനെല്ലാം വെട്ടി ഇനിയിപ്പം ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും സ്പീഡ് മീൻ വെട്ടാനുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനാണ് കേട്ടോ മീൻ വെട്ടുന്നത്. ചേച്ചി എടുത്ത് ചെന്നാലും ചേച്ചിയും പറയും നിനക്ക് മീൻ വെട്ടാൻ ഭയങ്കര സ്പീഡല്ലേ, വെട്ടിത്തരാമോ ചോദിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്നാലും ഞാൻ തന്നെയാണ് വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ മീനെല്ലാം വെട്ടി ഏകദേശം ഇത്രയായി. ഞാൻ മുമ്പേ പറഞ്ഞ കണ്ടംപൂച്ച ഇതാണ് കേട്ടോ. ഇതാണ് വന്ന് നമ്മുടെ പൂച്ചേനെ എല്ലാം ഇട്ട് ഓടിക്കുന്നത്. അപ്പോൾ അവർ രണ്ട് പേടിച്ച് അങ്ങോട്ട് മാറിപ്പോയിരിക്കുവാണ്. പിന്നെ ഞാൻ മത്തി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് കിട്ടിയതാണ് ഈ ഒരു മീനെ. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ആ മീനും കൂടെ വെട്ടി നമ്മളങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ലൈവൊക്കെ ഞാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ശനിയാഴ്ച. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും ലൈവൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദേ മീനെല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ കണ്ടംപൂച്ച അപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ പൂച്ചയിൽ ഇപ്പുറത്തോട്ട് മാറിയേ. അങ്ങനെ ഇനി അകത്ത് കയറിയിട്ടാണ് കഴുകുന്നത്. ഉപ്പിട്ട് വെച്ചതായിരുന്നു, അത് നന്നായിട്ട് ചട്ടിക്കകത്തിട്ട് തേച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തെളിയുന്നിടം വരെയാണ് ഞാൻ കഴുകുന്നത്. ഓരോ ട്രിപ്പും അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ വെള്ളം കഴുകി കളയണം. എന്നിട്ട് വീണ്ടും തേച്ചിട്ട് അടുത്ത ട്രിപ്പ് വീണ്ടും വെള്ളം ഒഴിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പുതിയ ഒരാൾ മീൻ വെട്ടാൻ അറിയത്തില്ലാത്ത ഒരാൾ യൂട്യൂബിൽ വന്ന് ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ മത്തി വെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പം നമ്മുടെ വീഡിയോ അവർ കണ്ട് അവർ അങ്ങനെ പഠിക്കുവാണെങ്കിൽ അതൊരു അവർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അങ്ങനെ ഓർത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇടുന്നതാണ്. അറിയാവുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ വെട്ടുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. അങ്ങനത്തെ നല്ല തൂവെള്ളയായിട്ട് മീൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ തേച്ച് കഴുകി അതെല്ലാം കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് ഇങ്ങനെ ഒന്ന് ഉലച്ച് കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് 2 ട്രിപ്പും കൂടെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അന്നേരം നമ്മുടെ മീൻകുട്ടനെ കണ്ടോണം എന്ത് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അകത്തൊന്നും ഒരു തുള്ളി പോലും അഴുക്കില്ല. അപ്പോൾ മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കാം. 12:45 കേട്ടോ സമയം. പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്